ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ IPL രണ്ടാമത്തെ മത്സരം ഡൽഹി ക്യാപിറ്റൽസും പഞ്ചാബും തമ്മിലായിരുന്നു. അപ്പോൾ ആദ്യം ബാറ്റിംഗ് ഇറങ്ങിയ ഡൽഹി 20 ഓവറിൽ 174 റൺസാണ് 9 വിക്കറ്റ് നഷ്ടത്തിൽ സ്വന്തമാക്കിയത്. അവിടെ തുടക്കത്തിൽ വാർണർ 29 റൺസേ എടുക്കാൻ സാധിച്ചുള്ളൂ. മാർഷൽ 20 റൺസ്, ഹോപ്പ് 33 റൺസ്, പന്തിന് 18 റൺസ് മാത്രം സ്വന്തമാക്കാൻ സാധിച്ചുള്ളൂ. അക്ഷർ 21 റൺസ് എന്നിങ്ങനെയാണ് അവരുടെ റൺസ് സ്കോർ വരുന്നത്. അഭിഷേക് 32 റൺസ്. അങ്ങനെ അവർക്ക് ടോട്ടൽ 20 ഓവറിൽ 174 റൺസ് എടുക്കാൻ സാധിച്ചു. മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ പഞ്ചാബിൻ്റെ തുടക്കം തന്നെ ഗംഭീരമായിരുന്നു. 22 റൺസ് നേടി ധവാൻ. പക്ഷേ ബേസ്റ്റോയ്ക്ക് കാര്യമായി പ്രകടനം നടക്കാൻ സാധിച്ചില്ല. അദ്ദേഹത്തിൻ്റെ ആ ഒരു വിക്കറ്റ് റണ്ണൗട്ടാവുന്ന കാഴ്ചയാണ് കണ്ടത്. ഇഷാന്ത് ശർമ്മയുടെ ആ ഒരു സ്റ്റംപിങ്, ഇഷാന്ത് ശർമ്മയുടെ കയ്യിൽ തട്ടിയ ബോൾ സ്റ്റെമ്പിൽ കൊണ്ടതാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു വിക്കറ്റ് പോകാൻ അദ്ദേഹത്തിന് വഴിവെച്ചത്. പിന്നീട് ഇറങ്ങിയ സാം കരണാണ്. അദ്ദേഹത്തിൻ്റെ ഒരു മികച്ച ബാറ്റിംഗ് തന്നെയായിരുന്നു പഞ്ചാബിന് വേണ്ടി അദ്ദേഹം കാഴ്ചവെച്ച 63 റൺസ് സാം കരൺ സ്വന്തമാക്കി. അതുപോലെ തന്നെ ലിവിങ്സ്റ്റൻ്റെ ആ ഒരു അവസാനത്തെ ഓവറിലെ ആ ഒരു 6-ൽ അദ്ദേഹത്തിന് കളി ജയിപ്പിക്കാനും സാധിച്ചു. നല്ലൊരു മികച്ച ബാറ്റിംഗ് തന്നെയായിരുന്നു സാം കരൺ ആയാലും ലിവിങ്സ്റ്റൺ ആയാലും കാഴ്ചവെച്ചത്. ഡൽഹിക്ക് വേണ്ടി ഖലീൽ അഹമ്മദ് 2 വിക്കറ്റും അതുപോലെ തന്നെ കുൽദീപ് യാദവ് 2 വിക്കറ്റ് സ്വന്തമാക്കി. ഖലീൽ അഹമ്മദിൻ്റെ അവസാനത്തെ 19ാമത്തെ ഓവർ നമുക്ക് എടുത്തു പറയേണ്ടതാണ്. അദ്ദേഹത്തിന് ഒരു 3 വിക്കറ്റ് ലഭിക്കേണ്ട കളിയായിരുന്നു. വാർണറുടെ കയ്യിൽ നിന്ന് ആ ഒരു വിക്കറ്റ് നഷ്ടമായി. ആ ഒരു അവസാന സെക്കൻഡ് ലാസ്റ്റ് ഓവർ ഒരു നല്ലൊരു ബോളിംഗ് തന്നെയായിരുന്നു ഖലീൽ അഹമ്മദിൻ്റെ ആ ഒരു ഓവർ എന്ന് പറയേണ്ടി വരും. നല്ലൊരു ബോളിംഗ് തന്നെയായിരുന്നു. പക്ഷേ പിടിച്ചു കെട്ടാൻ ഡൽഹിക്കായില്ല പഞ്ചാബിൻ്റെ മുൻപിൽ. പഞ്ചാബിന് അങ്ങനെ 4 വിക്കറ്റിൻ്റെ വിജയം സ്വന്തമാക്കി. അവസാന 6-ലൂടെ ലിവിങ്സ്റ്റൺ കളി ജയിപ്പിച്ചു. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.